അപ്പോൾ നമ്മൾ എത്തിയപാടെ തന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ. കാരണം നേരത്തെ ഇറങ്ങിയതല്ലേ, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ ചിലവഴിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനാണ് ഇത്രയധികം ബിൽഡപ്പ് എന്ന്. നമ്മൾ വന്നപ്പോഴൊക്കെ എടപ്പള്ളി പള്ളിയും ലുലു മാളും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ കാണാണ്ടെന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്നത് മെട്രോയിലേക്കാണ്. നമ്മുടെ ഇടയിൽ മെട്രോയിൽ കയറാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചു. സംഗീതാണ് നമ്മുടെ ഫുൾ ഗൈഡൻസ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം അവനാണ് ഫുൾ പ്ലാൻ ഇട്ടിരുന്നത്, ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ആദ്യം എവിടെ തുടങ്ങണം, പിന്നെ എങ്ങോട്ട് പോകണം, എവിടെ അവസാനിക്കണം എന്നൊക്കെ അവനാണ് പ്ലാൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി. നമ്മുടെ കയ്യിൽ കുട്ടികളുള്ള കാരണം നല്ല മനസ്സുള്ള ആൾക്കാർ നമുക്കൊന്ന് സീറ്റ് ഒഴിഞ്ഞ് തന്നു കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ഇതളിന് വീഡിയോയിൽ നിൽക്കാനും വീഡിയോ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ആദട്ടൻ ഇതളിനെയും പിടിച്ചത് നമ്മൾ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരെ മാറി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, കൈ ഒഴിയുന്നതിനനുസരിച്ചിട്ട്. പക്ഷേ ഇതളും മാത്രം മാരുടെ കയ്യിലേക്കും പോകുന്നുണ്ടായിരുന്നില്ല. അത് കാരണം സോണിയുടെ കൈക്ക് ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ മെട്രോ ഇറങ്ങി നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ സംഗീതത്തിന് ഒരു ഗൈഡ് പിടികൂടി. പക്ഷെ നമുക്ക് ഗൈഡൻസിന് സംഗീതമുള്ള കാരണം ഒരു ഗൈഡിൻ്റെ ആവശ്യം നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ മറൈൻ ഡ്രൈവിൽ ഏകദേശം ഒരു 1/4 മണിക്കൂർ നേരം നിന്നു കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഈ പോലീസുകാരനെ കണ്ടപ്പോൾ നമ്മുടെ ലൂക്ക വേഗം പോയി ഷൈക്കിൻ്റെ കൊടുക്കാൻ സംസാരിക്കാനായിട്ട് പോയിട്ടോ. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പിള്ളേരുകളെല്ലാവരും കൂടെ പോയി. ലൂക്കയ്ക്ക് പോലീസുകാരെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്തുണ്ടായാലും പോലീസിനെ വിളിക്കും, പോലീസിനോട് പറയുന്നൊക്കെയാണ് ലൂക്ക പറയാറ്. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ മറൈൻ ഡ്രൈവിലാണല്ലോ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറാണ്. ഏകദേശം നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഒക്കെ ചെറിയൊരു സെറ്റപ്പ്, വിശാലമായ സ്ഥലമായിരുന്നു. പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനായിട്ട് ഭയങ്കര ത്വരയായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു. കാരണം അവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്തം കൊന്തില്ലാണ്ടായിരിക്കും ഓടുണ്ടാവുക. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിള്ളേരെ ബാത്റൂമിൽ കൊണ്ട് ഒന്ന് ഫ്രഷ് ആയിക്കൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അപ്പോഴേക്കും എൻ്റെ മൊബൈലിൻ്റെ ചാർജ് കഴിഞ്ഞ് ആകെ ഒരു ഇടങ്ങേറായി. പിന്നെ ചാർജിങ് പോർട്ടും ചാർജർ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് നിൽക്കാട്ടോ. എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഫോൺ എടുത്ത് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പിള്ളേരുകളടക്കം. അപ്പോൾ നമ്മുടെ പോലെ തന്നെ കപ്പിൾസും ഫാമിലീസൊക്കെ നിറയെ ഉണ്ടായിരുന്നു. കാരണം ഓർണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ